ന്യൂസ് റൂം ലൈവിലേക്ക് വിശദമായി കടക്കുമ്പോൾ വയനാട്ടിൽ കർഷകൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ വ്യാപകമായ പ്രതിഷേധം തന്നെയാണ് തുടരുന്നത്. അതേസമയം ഇപ്പോൾ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് കുറച്ച് താമസിച്ചു. അതിന് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം വിശദീകരണം തന്നിട്ടുണ്ട്. അല്ല, ആ വിശദീകരണം പ്രിൻസിപ്പൽ സെക്രട്ടറിയല്ലേ പരിശോധിച്ചിട്ട് പറയേണ്ടത്. ഇതിന് IFSകാരും എല്ലാം ആകുമ്പോൾ അവർക്ക് ചില എന്താണ് സർവീസ് നിബന്ധനകളുണ്ട്. അല്ലാതെ ആവശ്യമാണെന്നാണ് ശുപാർശയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം തൃപ്തികരമാണെങ്കിലോ അപ്പോൾ അത് ഈഫ് വെച്ചിട്ട് നമുക്കൊരു പ്രഖ്യാപനം നടത്താൻ പറ്റും. നമുക്ക് അസസ് ചെയ്യാമെന്നല്ലാതെ ദാറ്റ് ഈസ് ആ ചോദ്യം ഒരു ഈഫാണ്. അപ്പം അതിന് ആൻസർ പറയാൻ ഞാൻ അത്ര ഒരു പറ്റിയ ആളാണെന്ന് തോന്നുന്നു. എന്തോ ആവട്ടെ, അതെല്ലാം അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തോട് എന്താണ് കാലതാമസം ഉണ്ടായത് കാരണം കാണിക്കാൻ നോട്ടീസ് അയച്ചിട്ടുള്ളത്. അദ്ദേഹം നൽകുന്ന കാരണങ്ങൾ വസ്തുതക്ക് നിരക്കുന്നതാണെങ്കിൽ നിരക്കുന്നതല്ലെങ്കിൽ ഈ രണ്ടാണല്ലോ. അതിനനുസരിച്ച് അല്ലേ അത് വരിക. അതൊക്കെ ഒരു ചട്ടപ്പടി പോകുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ഊർജ്ജസ്വലമായ നീക്കമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വയനാട്ടിൽ വന്നപ്പോൾ 2.5 മണിക്കൂറിനകം എല്ലാ ഉത്തരവുകളും, കൂട് വെക്കാനുള്ള ഉത്തരവ്, വെടിവെക്കാനുള്ള ഉത്തരവ് എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരെങ്കിലും ബ്ലെയിം ചെയ്ത് കുറ്റക്കാരായി ജയിലടക്കമല്ലോ. പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നതാണല്ലോ ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. വനം വകുപ്പിലെ നല്ല ഏത് വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക. അതിനാണ് അച്ചടക്കം. അച്ചടക്കത്തിൻ്റെ പടവാളെന്ന് പറയുന്നത് വെറുതെ എടുത്ത് വീശി ചോര തെറിപ്പിക്കാനല്ല, നമ്മുടെ സംഘടന ഉദ്യോഗസ്ഥ ഭരണ സംവിധാനത്തെ പുഷ്ടിപ്പെടുത്തുക, കാര്യക്ഷമമാക്കുക. അതിലൊരു കാര്യക്ഷമതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് അതാണ് അത് ഇന്ന് അവരുമായിട്ട് സംസാരിച്ച് നമ്മൾ വനം വകുപ്പിൻ്റെയും കൂടി പരിശോധനാ കേന്ദ്രങ്ങളെ കൂടി സഹകരിപ്പിച്ച് വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ള. അപ്പോൾ എന്തായാലും അത് ഈ പറയുന്നത് കൊണ്ടേ കാര്യമുള്ളൂ. ആ കോടതി വിധി വരുന്നതിനനുസരിച്ചേ നമുക്ക് ആ റിപ്പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ഫർദർ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ടി വരിക. അല്ല 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 ശരിയാണ്, പ്രധാനമായും അതാണ്. എന്നാൽ പറഞ്ഞതുപോലെ അവർക്ക് അതിനകത്ത് ഭക്ഷണം കിട്ടായ്മ, വെള്ളം കിട്ടായ്മ തുടങ്ങി അത് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരുന്നതെന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഉള്ള ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള ആളുകൾ, ക്യാരിയിങ് കപ്പാസിറ്റിക്ക് കണക്കായ ഭക്ഷണ സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ആളുകൾ കൂടുതൽ ഭക്ഷണം കഴിക്കാനെത്തിയാൽ കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? മറ്റു സ്ഥലത്തേക്ക് പോയി ഭക്ഷണം കിട്ടുമെന്ന് നോക്കും. അത് മനുഷ്യനും അങ്ങനെയാണ് ചെയ്യുന്നത്, മൃഗങ്ങളും ഏതാണ്ട് അതുപോലെയാണ് ചെയ്യുന്നത്. വന്യമൃഗങ്ങൾ നമ്മളെപ്പോലത്തെ ആളുകളാണ്. അങ്ങനൊരു പ്രശ്നം പരിസ്ഥിതിവാദികൾ വളരെ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. അവരെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ വനംവകുപ്പ് മന്ത്രി ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം അവരെന്നോട് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ഈ മന്ത്രിയുടെ ചുമതല വന്യജീവികളെ കൊല്ലലല്ല, സംരക്ഷിക്കലാണ്. ഈ മന്ത്രിയുടെ ചുമതല കാട് സംരക്ഷിക്കലാണ്. ആ ചുമതലയിൽ നിന്നും മാറി മൃഗസംരക്ഷണമാണ് മറ്റത്. അതാണ് ഈ മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പരാതി എനിക്കെതിരെ ധാരാളമുണ്ട്. പക്ഷേ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാട് ഇത് രണ്ടും പരസ്പരം ഏറ്റുമുട്ടാതെ ആ സംഘർഷം പരമാവധി കുറച്ചുകൊണ്ട് ബാലൻസ് ചെയ്ത്, കാരണം നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കണം, വനം സംരക്ഷിക്കണം, വന്യജീവികളെ സംരക്ഷിക്കണം. എന്നാൽ ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യതയും ഒരു ജനാധിപത്യ സംവിധാനത്തിലെ ഗവൺമെൻറ്റിനുണ്ട്. ഈ ബാധ്യതകളെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഭരണകൂടത്തിലെ ഓരോ മന്ത്രിക്കുമുള്ളത്. ആ ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഞാൻ ആ ഉത്തരവാദിത്തം സത്യസന്ധമായി, സത്യപ്രതിജ്ഞ ചെയ്ത പോലെ സത്യസന്ധമായി നിഷ്പക്ഷമായിട്ട് ഞാൻ എടുക്കും എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ മാഡത്തോട് പറയാനുള്ളത്. ഇല്ലല്ലേ, അത് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങനെ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. പരിശോധന നമ്മൾ അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി അല്ലാതെ പരിശോധന എന്നത്തേക്ക് പൂർത്തിയാക്കുമെന്നൊരു തീരുമാനം
ഇതുവരെ ഗവൺമെൻറ്റോ ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിലുള്ള സമിതിയോ തീരുമാനിച്ചിട്ടില്ല. മിനിയാന്ന് അവർ യോഗം കൂടിയിരുന്നെങ്കിലും ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ പരിസ്ഥിതി വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വി വേണു IAS-ഉം തദ്ദേശ സ്വയംഭരണ സമരത്തിൽ വഹിക്കുന്ന ശാരദാ മുരളീധരനും അപകടത്തിൽപ്പെട്ട് ഇതുകൊണ്ട് വയനാട്ടിൽ കർഷകനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ നിരവധി ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ വനം മന്ത്രിയോട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിയമപരമായ തടസ്സങ്ങൾ, അധികൃതർക്കുള്ള പരിമിതികൾ തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നത്. വന്യജീവികൾ കാടിറങ്ങുന്നത് പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും പൂർണ്ണ നിലയിൽ എത്തിയിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു. സംഭവത്തെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. സർക്കാർ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ കർഷകൻ മരിച്ചത് വിഷമകരമാണ് എന്നും പ്രതിഷേധങ്ങൾ കൈവിട്ടു പോകരുത് എന്നും മന്ത്രി പറഞ്ഞു. വനത്തിൻ്റെ വന്യമൃഗങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിക്കും അധികമായി വന്യമൃഗങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്. വനാതിർത്തി 29.55 ആയിട്ടുണ്ടെങ്കിലും വനാതിർത്തിക്കുള്ളിൽ വനമല്ലാത്ത സ്ഥലങ്ങളുടെ എണ്ണവും പരിധിയും വർദ്ധിച്ചിട്ടുണ്ട്. ഇതുമൂലം ഭക്ഷ്യാവശ്യത്തിനാണ് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നത് എന്നാണ് പൊതുവെ നാം ആരോട് സംസാരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഇതിൽ ആ വാദത്തെ തള്ളിക്കളയാൻ ഗവൺമെൻറ് ഇല്ല, ആ ഒരു നിഗമനത്തെ. അതുകൊണ്ട് തന്നെ ഈ വന്യജീവികളുടെ ജനന നിയന്ത്രണം എങ്ങനെയാണ് സാധിക്കുക എന്നതാണ് ഇന്നത്തെ ഉന്നതതല യോഗം പരിശോധിച്ചു നോക്കിയത്. വനം മന്ത്രിയുടെ പ്രതികരണം ഈ നിലയിലാണ്. എന്നാൽ ഈ ആക്രമിച്ച കടുവയെ പിടികൂടുവാനുള്ള ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 30 അംഗ ദൗത്യ സംഘമാണ് ഈ പ്രവൃത്തിയിൽ ഇപ്പോൾ വ്യാപൃതരായിട്ടുള്ളത്. അതേസമയം തോമസിന്റെ കൊല്ലപ്പെട്ട കർഷകന്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരുമൊക്കെ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇന്ന് പ്രദേശത്ത് ഹർത്താൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട തോമസിന്റെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാര തുക ഉൾപ്പെടെ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യമാണ് അവിടെയുള്ള പ്രതിഷേധക്കാർ പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇപ്പം ഞങ്ങളെല്ലാം ആകെ ഭീതിയിലാണ്. നമുക്കറിയാം, ഇപ്പം ഇവിടെ ഈ ഭാഗത്തൊരു കടുവ ആരും പ്രതീക്ഷിക്കുന്നതല്ല. ഒരു വളരെ വനം എന്ന് പറയുന്നത് തന്നെ വളരെ ദൂരത്തുള്ള കുറേ 8-10 കിലോമീറ്ററോളം അപ്പുറത്താണ് ഇവിടെ ഏറ്റവും അടുത്തുള്ള ഏറ്റവും ചെറിയ വനം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇവിടെ നമ്മുടെ പുതുശ്ശേരി നാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ കാട്ടുപന്നി ശല്യമോ അല്ലെങ്കിൽ കുരങ്ങ് ശല്യമോ ഇങ്ങനെ യാതൊരുവിധ വന്യമൃഗ ശല്യവും ഇല്ലാത്തൊരു നാടാണ് പുതുശ്ശേരി. ആ നാട്ടിലേക്ക് ഇപ്പോഴെങ്ങനെ ഒരു കടുവ എത്തി എന്നതിനെക്കുറിച്ച് തീർച്ചയായും പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഇത്ര ദൂരത്ത് ഈ ഒരവസ്ഥ വയനാട്ടിൽ എപ്പോഴും സംഭവിക്കാം. അതായത് ഈ കാടില്ലാത്ത ഈ നാട്ടിലേക്ക് കടുവ എത്തണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിൽ ഏത് ഭാഗത്തും എപ്പോഴും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് തന്നെയാണ് ഇതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചില കാര്യം പറയാനുള്ളത്, ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ നാടിന് തന്നെ ഇതൊരു വലിയ നഷ്ടമാണ്. കാരണം ചേട്ടൻ നാടിനോടൊപ്പം നിന്ന വ്യക്തിയാണ്. നാട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്തെല്ലാമാണോ എവിടെയൊക്കെയാണോ ആവശ്യം അതനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പം ഇന്നലെ രാവിലെ കൃഷിയിടത്തിലേക്ക് പോയ വ്യക്തി അവിടെ കടുവയുടെ ആക്രമണം ഉണ്ടായി, പിന്നീട് മരണപ്പെട്ടു. അപ്പം ഇതിന് തീർച്ചയായും എന്തെങ്കിലും ഒരു പരിഹാരം നേടിയെടുക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ ജീവന് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗത്തിൻ്റെ ജീവന് ആവശ്യമായ നഷ്ടപരിഹാരം നേടിയെടുക്കുക എന്നത് ഞങ്ങളുടെ ഒരു വലിയ ആവശ്യമാണ്. സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ചെറുതാണ്. എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം അതൊന്നും നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയില്ല. കാരണം ചേട്ടൻ ഇപ്പോൾ കർണാടകത്തിൽ പോയി കുറേ കൃഷിയെടുത്ത് ജീവിച്ച വ്യക്തിയാണ്. അവിടുന്ന് കൃഷി നന്നാകാതെ കുറേ കടവുമായിട്ട് വീണ്ടും നാട്ടിൽ വന്ന് ബാങ്കിൽ നിന്ന് വീണ്ടും ലോൺ എടുത്തിപ്പം
കോഴി ഫാം തുടങ്ങിയ വ്യക്തിയാണ്. അപ്പോൾ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഒന്ന് പച്ചപിടിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം ഇപ്പം ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള മാന്യമായ നഷ്ടപരിഹാരം കിട്ടണം. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയിലേക്കുള്ള ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചേട്ടൻ ഉണ്ടാക്കി തരുമായിരുന്ന ആ വളർച്ചയ്ക്ക് ആസ്പദമായിട്ടുള്ള ഒരു നല്ല നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ ഞങ്ങളുടെ മകന് അവന് ഒരു ജോലി കിട്ടണം. അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഒരു ആവശ്യം ഈ കടുവയെ പിടിക്കുക എന്നതാണ്. ഈ നാടിൻ്റെ തന്നെ ആവശ്യമാണത്. ഈ കടുവയെ പിടിച്ച് അതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ്. നരഭോജിയായ ഒരു കടുവയെ ഇനിയും അല്ലെങ്കിൽ ഇവർ പിടിച്ചുകൊണ്ടുപോയി വേറൊരു സ്ഥലത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇത് മനുഷ്യനെ ആക്രമിക്കും. അപ്പോൾ അതൊരിക്കലും ശരിയല്ല. ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. തോമസിന്റെ കുടുംബാംഗങ്ങളുടെ പ്രതികരണമാണ് കേട്ടത്. അവർ കടുത്ത പ്രതിഷേധത്തിലാണ്. സ്ഥലത്തിപ്പോഴും ഹർത്താൽ തുടരുന്ന പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സംഘടനകൾ ഇതിന് പിന്തുണ അർപ്പിക്കുന്നുണ്ട്. ആ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അതായത് ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു തോമസ് എന്ന കർഷകൻ. അദ്ദേഹത്തിന്റെ മരണം ആ കുടുംബത്തിന് വലിയ പ്രതിസന്ധി കൂടിയാണ് സൃഷ്ടിക്കുന്നത്. രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, ഇപ്പോഴും ഹർത്താൽ തുടരുകയാണല്ലോ. തോമസിന്റെ ബന്ധുക്കൾ ഈ മൃതദേഹം സംസ്കരിക്കില്ല, അതായത് അവരുടെ ആവശ്യങ്ങളിൽ അനുകൂലമായ ഒരു നിലപാടുണ്ടാകുന്നത് വരെ എന്ന നിലപാടിലാണോ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? തീർച്ചയായും. കാരണം നിലവിൽ ഇവിടെ ഇപ്പോൾ സർവകക്ഷി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് പുതുശ്ശേരി അങ്ങാടിയിൽ. വലിയ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ വയനാട്ടിൽ കർഷകനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് വ്യാപകമായ പ്രതിഷേധം തുടരുന്നത്. വനം മന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഈ മൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. വലിയ പ്രതിസന്ധി ഇപ്പോഴും നേരിടുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ എണ്ണത്തിലടക്കം വർധനവുണ്ടായിട്ടുണ്ട് എന്നാണ്. പക്ഷേ തോമസിന്റെ കുടുംബാംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർത്തുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല. നഷ്ടപരിഹാര തുക അടക്കം ഉയർത്തി നൽകണം എന്ന ആവശ്യമാണ് തോമസിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഇപ്പോൾ പ്രതിഷേധം ഏത് നിലയിലാണ്? ബന്ധുക്കൾ ഉറച്ച നിലപാടിൽ തന്നെയാണോ? അഭിലാഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ബന്ധുക്കളുടെ നിലപാടിൽ മാറ്റമില്ല. ബന്ധുക്കളുടെ നിലപാട് എന്ന് പറയുന്നത് നാട്ടുകാരുടെ നിലപാട് കൂടിയാണ്. നാട്ടുകാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ വളരെ പ്രിയപ്പെട്ടവനായ ആളായിരുന്നു തോമസ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാട്, കുടുംബത്തിന്റെ നിലപാട് എന്ന നിലയിൽ തന്നെയാണ് നാട്ടുകാരും ഇത് ആവശ്യപ്പെടുന്നത്. കാരണം നഷ്ടപരിഹാരം തുക വർദ്ധിപ്പിക്കണം, അതുപോലെ തന്നെ ആശ്രിത നിയമനം നടക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ പ്രദേശത്തെ തോട്ടങ്ങളിലൊന്നും കൃഷിഭൂമിയിലൊന്നും തന്നെ ആത്മവിശ്വാസത്തോടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാട്ടുകാരെല്ലാവരും. കാരണം കടുവ എവിടെയാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. തെരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് വലിയ ആശങ്കയാണ് പരത്തുന്നത്. കാരണം തോമസ് ആക്രമിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വെച്ചാണെന്നുള്ളതാണ് വലിയ ഗൗരവമായ കാര്യം. കാരണം കാട് ഇവിടുന്ന് 9 കിലോമീറ്ററിലധികം ദൂരത്താണ്. അതുകൊണ്ട് തന്നെ ഇത് ഈ കാടതിർത്തിയുള്ള ഒരു ഗ്രാമമല്ല. അതുകൊണ്ട് തന്നെ ആളുകൾക്കും ഇത് വലിയ ആശങ്കയാണ്. കാരണം നാളെ തന്റെ കൃഷിഭൂമിയിൽ നിൽക്കുമ്പോൾ ഇതുപോലെ കടുവയാൽ ആക്രമിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഓരോ നാട്ടുകാരനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധത്തിന്റെ ശക്തി കൂടുകയാണ്. ഇപ്പോൾ പുതുശ്ശേരി അങ്ങാടിയിൽ ഇത് സംബന്ധിച്ച് സർവകക്ഷി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവകക്ഷി യോഗം വലിയ പ്രതിഷേധ യോഗത്തിന് ശേഷം അവിടെ അവർ ആക്ഷൻ കമ്മിറ്റി രൂപീകരണത്തിന്റെ മറ്റു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി യോഗത്തിന്റെ പ്രതിഷേധ യോഗത്തിലും ഉണ്ടായത്. കാരണം അവർ പറയുന്നത് ഇത് എക്കോ സെൻസിറ്റീവ് സോണിന്റെ വിഷയം വയനാടിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് വിവിധ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്രവുമല്ല, ഈ നഷ്ടപരിഹാര തുക എന്ന് കാര്യം പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിച്ച് ഈ വിഷയം പരിഹരിക്കുകയും വീണ്ടും ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു
പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണം, വനാതിർത്തികൾ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കണം. അത് സംബന്ധിച്ചുള്ള ഒരു ആത്മവിശ്വാസം ഈ ജനങ്ങൾക്കും നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ അനുരഞ്ജനം അല്ല വേണ്ടത്, കൃത്യമായ നടപടിയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കടുവയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, കാണുന്നില്ല, കാട് കയറിപ്പോയി എന്നുള്ള സ്ഥിരം പല്ലവി വനംവകുപ്പ് പറയുമെന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റി പൊതുയോഗത്തിലൊക്കെ തന്നെ ആളുകൾ പറയുന്നത്. അത് തങ്ങൾക്ക് പറ്റില്ല. കൃത്യമായ നിലപാട് വേണം. എവിടെയാണ് കടുവയുടെ സാന്നിധ്യം എന്നത് കൃത്യമായി പറയണം. കാരണം ഈ കൃഷിഭൂമിയിൽ ഒരു കർഷകനും ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ഇറങ്ങാൻ കഴിയുന്നില്ല. നാളെ തോമസിന് സംഭവിച്ച പോലത്തെ അത്യാഹിതം സംഭവിക്കും എന്ന് പോലും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഷേധം വൈകാരികമായി തന്നെ വലിയ രീതിയിൽ ഈ പുതുശ്ശേരി അങ്ങാടിയിൽ ഉണ്ടായി. അതുകൊണ്ട് അതിന്റെ കൂടുതൽ സാധ്യതകൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിലേക്ക് മാറിയേക്കാം. എന്തായാലും വനം വകുപ്പ് പറയുന്നത് ദൗത്യ സംഘം ഈ തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന പതിവ് പല്ലവി തന്നെയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. എന്തായാലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. അവിടെ ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പൊതുപ്രവർത്തകരായ ചിലർ ഇവിടെ ചേർന്നിട്ടുണ്ട്. എന്താണ് നാട്ടുകാരെന്ന നിലയിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു നിലപാടിനി? നിലപാടെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഓഫീസ് ഡിവിഷൻ ഉണ്ട് മക്യാടേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സമരം നടത്താൻ പോവുകയാണ്. കാരണം ഇന്നലെ രാവിലെ നടന്ന ഒരു സംഭവം ഇതുവരെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇതുവരെ തെരഞ്ഞിട്ട് ഒരു കണ്ടുപിടിക്കാനുള്ള ഒരു ക്രമീകരണം ഉണ്ടായിട്ടില്ല. അതിന് വേണ്ടുന്ന ഒരു ആവശ്യമായ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാവരും പേടിച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു എന്ന് കേട്ടതല്ലാണ്ട് നമ്മുടെ അനുഭവത്തിലേക്ക് വന്നപ്പോഴാണ് നമുക്കത് നമ്മുടേതായ ആ ഒരു പേടിയുടെ ഒരു ഉത്കണ്ഠ നമുക്ക് അനുഭവപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇതിന് ശക്തമായ പ്രതിഷേധ സമരമായി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയും തൊണ്ടർനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിപ്പോൾ തന്നെ ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ ഇവിടെ ഡിവിഷൻ ഉണ്ട്, ഡെപ്യൂട്ടി ഓഫീസുണ്ട്, അവിടത്തേക്ക് ഞങ്ങൾ സമരമായി പോവുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഒരു കാര്യം തീർച്ചയായും ഇത് പൊതുവായിട്ടുള്ള കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള ഈ പുതുശ്ശേരിക്കാരുടെ ഈ നാട്ടുകാരുടെ ഒരു തീരുമാനമാണ്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്കാണ് പുതുശ്ശേരിയും ഒക്കെ പോകുന്നത് എന്നതാണ് പറയാനുള്ളത്. വയനാട് പുതുശ്ശേരിയിൽ നിന്നും ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് 18. തീർച്ചയായും രതീഷ്, ഈ വാർത്താ ദിനം നമ്മൾ വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്ക തുടർച്ചയായി തന്നെ പങ്കുവെക്കേണ്ടതുണ്ട്. വരും വാർത്തകളിലും അത്തരം ആശങ്കകൾ, അവരുടെ പ്രതികരണങ്ങളിൽ അവർ പ്രതിഷേധിക്കുകയല്ല, അവരുടെ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നമുക്ക് ആ ആശങ്ക വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് വയനാട്ടിൽ നിന്നുള്ളത് എങ്കിൽ പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അവിടെ ധോണിയിൽ PT-7 ആണ് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുന്നത്. ഇപ്പോഴും PT-7 പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഒപ്പം കാട്ടാനക്കൂട്ടം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിൽ ആക്കിയിട്ടുള്ളത്. PT-7 പിടികൂടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. പ്രത്യേകിച്ച് കൂട് അടക്കം തയ്യാറാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പിടികൂടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ കടുവയുടെ ആക്രമണം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലൊക്കെ ആളുകൾ കൂടുതൽ പാനിക്കാണ്, കൂടുതൽ ആശങ്കയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് PT-7 പിടികൂടണം എന്നാണ് ധോണിയിലെ ഉൾപ്പെടെ ഉള്ള പ്രദേശവാസികളുടെ ആവശ്യം. പതിവ് പോലെ ഇന്നലെ രാത്രിയും PT-7 ഇറങ്ങി. ഒപ്പം 2 കാട്ടാനകളും. ആനക്കൂട്ടം ഈ മേഖലയിലെ നെൽകൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഭീതിയിലാണ്. ഇവിടെ ഇന്നലെ കാലത്ത് പോലെ 7 മണിയാകുമ്പോൾ ഇതിൽ കൂടെ ആന പോയിരിക്കുകയാണ്. ഇത് ഒത്തിരി അത് അവിടെ കേട് വരുത്തിയിട്ടുണ്ട് നെല്ല്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇവിടെ? ഈ ആനന്റെ ശല്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യാതെ കിടക്കുന്നുണ്ട്. ഈ ചെയ്തവർക്ക് ഇത്രയും ബുദ്ധിമുട്ട്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് പെട്ടെന്ന് വയ്യാതെയായി. ആ ഓട്ടോക്ക് ആരും വരാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ ആനനെ പൊടിച്ചിട്ട് ആരും വരില്ല പറഞ്ഞാൽ പാടത്ത് കൃഷി ചെയ്തത് ഇങ്ങനെയായി. അങ്ങനെ നഷ്ടം തന്നെയാണ്. PT-7 പിടിച്ചാൽ തളയ്ക്കാനുള്ള കൂടിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനിയും നീളാതെ കാട്ടാനയെ ഉടൻ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് നിന്നും അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുമാണ് ഈ കാഴ്ചകളെങ്കിൽ അതുപോലെ തന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇടുക്കി ആനയിറങ്കലിൽ നിന്ന് പങ്കുവെക്കാൻ സാധിക്കുന്നത്. അവിടെ ഇന്ന് പുലർച്ചെ രാവിലെ 6:30 ആയിരുന്നു കാട്ടാന റോട്ടിലേക്ക് ഇറങ്ങിയത്. ആളുകളെ ഇതിനു മുമ്പും ശല്യപ്പെടുത്തിയിട്ടുള്ള ആന തന്നെയാണ്. രാവിലെ അതുവഴി കടന്നുപോയ ഇരുചക്ര വാഹനത്തിൽ കടന്നുപോയവർ ഉൾപ്പെടെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആനയിറങ്ങൽ മെയിൻ റോഡിൽ നിൽക്കുക സാർ ആന. അയ്യോ 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 ഓടാ 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 ഇടാ ഓടാ അയ്യോ ഓടാ
ഓടി വേടാ ഓടി വേടാ ഇങ്ങോട്ട് ഓടാ ഓടി വേടാ. ആനകൾ മെയിൻ റോഡിൽ നിൽക്കും സാർ. ആന അയ്യോ 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 ഓടാ 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 ഇടാ ഓടാ അയ്യോ ഓടാ ഓടി വേടാ ഇങ്ങോട്ട് ഓടാ ഓടി വേടാ. അയ്യോ വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നും അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നിന്നുമുള്ള വന്യമൃഗങ്ങളുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. എന്നാൽ മനുഷ്യനെയും മൃഗങ്ങളെയും ഒക്കെ വേർതിരിക്കുന്നത് മനുഷ്യന് മനനം ചെയ്യുവാൻ അല്ലെങ്കിൽ തിരിച്ചറിയുവാനുള്ള ശേഷിയുണ്ട് എന്നാണ്. അത് നഷ്ടപ്പെട്ടാൽ മനുഷ്യനും മൃഗതുല്യം തന്നെയാകും. അത്തരം ചില വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഞാറക്കലിൽ ഭാര്യയെ 1.5 വർഷം മുമ്പ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സജീവനുമായി ഇപ്പോൾ തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. സുവി വിശ്വനാഥൻ ആണ് ചേരുന്നത്. സുവി, ഈ കൊലയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം സജീവൻ വ്യക്തമാക്കിയിരുന്നു. പകൽ സമയത്ത് കൊല നടത്തി, രാത്രി മൃതദേഹം കുഴിച്ചിട്ടു എന്നത് ഉൾപ്പെടെ ഈ തെളിവെടുപ്പ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ ഈ തെളിവെടുപ്പിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് നിലയിലാണ് കൊല നടത്തിയത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സജീവൻ പോലീസ് ഉദ്യോഗസ്ഥരോട് വിവരിക്കുകയാണ്. 1.5 വർഷം മുമ്പായിരുന്നു രമ്യയെ സജീവൻ കൊലപ്പെടുത്തിയത്. സംശയത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടന്നത് എന്നാണ് പോലീസിന് പ്രാഥമികമായി സജീവൻ മൊഴി നൽകിയിട്ടുള്ളത്. കുറ്റകൃത്യം എങ്ങനെ നടപ്പിലാക്കി, എങ്ങനെ മൃതദേഹം കുഴിച്ചിട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പ്രത്യേകിച്ച് 1.5 വർഷം മുമ്പ് നടത്തിയ കൊലപാതകമാണ് ഇപ്പോൾ തെളിയുന്നത്. ഇലന്തൂർ നരബലിക്കേസുമായി ബന്ധപ്പെട്ട മിസ്സിംഗ് കേസുകൾക്ക് കൂടുതൽ പരിഗണന പോലീസ് നൽകിയിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്തിപ്പെടാൻ, അതായത് ഇങ്ങനെ ഒരു സ്ത്രീ 1.5 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി എന്ന കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും ഈ കുടുംബക്കാരോ പ്രത്യേകിച്ച് ഭർത്താവ് സജീവനൊന്നും വേണ്ടത്ര തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടിരുന്നു. പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലുകളിലും വ്യത്യസ്തമായ പ്രതികരണങ്ങളായിരുന്നു സജീവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ സജീവൻ ഈ കുറ്റകൃത്യം നടത്തിയതായി കഴിഞ്ഞ ദിവസം പോലീസിനോട് സ്ഥിരീകരിച്ചിരുന്നു. താനാണ് കൊല നടത്തിയത് എന്ന് വ്യക്തമായിരുന്നു. അത് സംശയത്തെ തുടർന്ന് എന്ന് തന്നെയാണ് ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇങ്ങനെ പകൽ സമയത്താണ് കൊല നടത്തിയത്. രാത്രിയോടുകൂടിയാണ് വീട്ടുമുറ്റത്ത് മൃതദേഹം കുഴിച്ചിട്ടത് എന്ന് പറയുന്നു. മൃതദേഹ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മൃതദേഹം കുഴിച്ചിട്ട വീട്ടിൽ എത്തിയാണ് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, അല്പം മുമ്പാണ് പ്രതിയായ സജീവനെ ഈ ഞാറക്കലിലുള്ള വാടക വീട്ടിൽ എത്തിച്ച് തെളിവെടുപ്പ് ആരംഭിച്ചത്. ആദ്യം വീടിനകത്തേക്കാണ് സജീവനെ കൊണ്ടുപോയത്. വീടിനകത്ത് നിന്ന് ടെറസിന് മുകളിലേക്ക് കൊണ്ടുപോയി. ടെറസിന് മുകളിൽ നിന്നാണ് ഇയാൾ രമ്യയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കയർ എടുത്തത്. അതായത് അയയിലിടുന്ന കയറാണ് ഉപയോഗിച്ചത് എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ കയർ എങ്ങനെയാണ് എടുത്തത് എന്ന് പോലീസിന് കാണിച്ചു നൽകി. അതിനുശേഷം താഴെ വന്ന് ഈ കൊല നടത്തിയ ക്രമവും ആ രീതിയും പോലീസിന് വിശദീകരിച്ചു നൽകി. ഇപ്പോൾ എങ്ങനെയാണ് മൃതദേഹം മറവ് ചെയ്തത് എന്നാണ് പോലീസിന് വിവരിച്ചു നൽകുന്നത്. ഏതായാലും നാടിനെ നടുക്കിയ അരും കൊലയുടെ ചുരുളുകൾ അഴിയുകയാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 1.5 വർഷം മുമ്പാണ് രമ്യയെ കാണാതാവുന്നത്. അതിനുശേഷം പലതവണ ഇവിടേക്ക് രമ്യയുടെ അമ്മയും ബന്ധുക്കളും വന്നിരുന്നു. അപ്പോഴെല്ലാം അവരെ മറ്റ് പല കഥകളും പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു സജീവൻ ചെയ്തത്. അതിനുശേഷം സജീവനാണ് പരാതി നൽകിയത്. പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ സജീവന് സംശയം ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും വലിയ തോതിലുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്കും മറ്റും പോയില്ല. ഒപ്പം തന്നെ പൊതുജനത്തിനിടയിൽ വലിയ സ്വീകാര്യനായ ഒരു വ്യക്തി കൂടിയാണ് ഈ സജീവൻ എന്ന് പറയുന്ന ആൾ. ഒപ്പം തന്നെ ക്രിമിനൽ പശ്ചാത്തലവും ഇയാൾക്കില്ല. അതുകൊണ്ട് ഇയാളെ പോലീസ്
വേണ്ട രീതിയിൽ, അതായത് ഇയാളിലേക്ക് ഒരു സംശയത്തിന്റെ മുന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നൊരു വിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ രമ്യയുടെ ബന്ധുക്കളും മറ്റും പറയുന്നത് വേണ്ട രീതിയിൽ ഞാറക്കൽ പോലീസ് ഈ കേസ് അന്വേഷിച്ചില്ല എന്നൊരു വിമർശനവും ആരോപണവും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷം ഇലന്തൂർ നരബലി കേസ് വരുന്നു. ആ ഇലന്തൂർ നരബലി കേസ് സംഭവിച്ചതിന് ശേഷം മിസ്സിംഗ് ആയ, അതായത് കാണാതായ സ്ത്രീകളുടെ തിരോധാന കേസുകൾ പോലീസ് വീണ്ടും പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് ഈ രമ്യയുടെ കാണാതായ കേസ് പോലീസിന്റെ ശ്രദ്ധയിൽ വീണ്ടും വരുന്നത്. വീണ്ടും ഈ സജീവനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ നിരവധി ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സജീവൻ ഈ കാര്യം, താനാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, അരുംകൊല ചെയ്തത് എന്നൊരു കാര്യം പോലീസിനോട് കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ആ കുറ്റസമ്മതമാണ് ഇന്നലെ പുറത്തു വന്നത്. ഏതായാലും വിവാഹേതര ബന്ധം ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ സജീവൻ ആരോപിക്കുന്നത്. ഈ വിവാഹേതര ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനുശേഷം ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിനെ തുടർന്നാണ് സജീവൻ മുകളിലേക്ക് പോയി കയറെടുത്ത് കൊണ്ടുവരുന്നു. ഭാര്യയെ ആദ്യം അടിച്ചു വീഴ്ത്തുന്നു. അതിനുശേഷം കഴുത്തിൽ കയർ മുറുക്കി ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറോളമായി സജീവനെ ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ട്, ഇതേതായാലും വാടക വീടാണ്. 7 വർഷമായി സജീവനും രമ്യയും 2 കുഞ്ഞുങ്ങളും ഈ വീട്ടിലാണ് താമസമുള്ളത്. ഏതായാലും ഇവർക്കിടയിൽ ഒരു അപസ്വരങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വഴക്കുകളോ മറ്റോ ഉണ്ടോ എന്ന കാര്യം നാട്ടുകാരും തന്നെ സ്ഥിരീകരിക്കുന്നില്ല. സമാധാനപരമായി കുടുംബ ബന്ധം പോകുന്നു എന്ന വിവരമാണ് നാട്ടുകാർക്കും പറയാനുള്ളത്. എന്നാൽ അതിനിടയിലും ഒരു വിവാഹേതര ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് സജീവൻ ആരോപിക്കുന്നത്. പക്ഷെ ആ ഒരു ആരോപണം ശരിയാണോ എന്ന്, അതായത് പോലീസ് പറയുന്നത് അത് സജീവൻ ഉണ്ടാക്കിയ ഒരു കഥ ആണ് എന്നാണ് പറയുന്നത്. ഏതായാലും ഓഗസ്റ്റ് 2021 ഓഗസ്റ്റ് 16-ാം തീയതിയാണ് കൊല നടത്തിയത് എന്നാണ് സജീവൻ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിലാഷ്, ഞാറക്കലിൽ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവി, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ വീടിന്റെ പരിസരത്ത് നിരവധി ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് ഈ സജീവൻ അവിടെ എല്ലാവർക്കും പ്രിയങ്കരനായാണ് തുടർന്നത് എന്നാണല്ലോ. വാടക വീട്ടിലാണെങ്കിൽ പോലും ഏതാണ്ട് 7 വർഷമായി അവിടെ താമസിക്കുന്നു. അയൽവാസികളുമായും പരിസരവാസികളും ഒക്കെയായി നല്ല ബന്ധം, കുട്ടികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു, നാട്ടുകാരെ അടക്കം അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണല്ലോ. അപ്പോൾ ഇത് നാട്ടുകാർക്കടക്കം വലിയൊരു അത്ഭുതം അല്ലെങ്കിൽ അതിശയമാണോ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്? തീർച്ചയായും അഭിലാഷ്, നടുങ്ങുന്ന ഒരവസ്ഥയാണ് ഈ വാർത്ത കേട്ടപ്പോൾ ആദ്യം നാട്ടുകാർക്ക് ഉണ്ടായത്. ഏതായാലും ഈ വീടിന് മുമ്പിൽ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് കാണാൻ നിരവധി ആളുകളാണ് എത്തിയിരിക്കുന്നത്. പക്ഷെ നാട്ടുകാർക്ക് ആർക്കും തന്നെ സജീവനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസം ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയെ കാണാതായ സംഭവവുമായി ബന്ധപ്പെടുത്തി ഒരിക്കൽ പോലും ഈ നാട്ടുകാരിൽ ആരും തന്നെ സജീവനെ കുറ്റപ്പെടുത്തുകയോ സംശയിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ തെളിവെടുപ്പ് കാണാൻ നിരവധി പേരെത്തിയിട്ടുണ്ട്. സജീവന്റെ ഏട്ടൻ ഉൾപ്പെടെ ഈ സഹോദരൻ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരമണിക്കൂറോളമായി തെളിവെടുപ്പ് നടക്കുകയാണ്. ഇതൊരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. 7 വർഷമായി ഇവർ ഈ വീട്ടിൽ തന്നെ താമസം തുടരുകയാണ്. 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഈ കുഞ്ഞുങ്ങളോട് പോലും, അതായത് അമ്മ പോയിരിക്കുന്നത് ബാംഗ്ലൂരുവിലേക്കാണ്. ആ ബാംഗ്ലൂരുവിൽ നിന്ന് ഗൾഫിലേക്ക് പോയി. അപ്പോൾ അമ്മയുടെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അങ്ങനെ ഭാര്യയുടെ വിവാഹേതര ബന്ധം ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള കഥകൾ കുഞ്ഞുങ്ങളോട് പോലും ഈ സജീവൻ പറഞ്ഞിരുന്നു എന്നാണ് ഈ അമ്മ, അതായത് രമ്യയുടെ അമ്മ ആരോപിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തെളിവെടുപ്പിന് ശേഷം ഇയാളെ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകും. കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് റൂറൽ SP വിശദീകരിച്ചത്. ഏതായാലും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും. ഏതായാലും പോലീസ് പറയുന്നത് ഇപ്പോൾ സജീവൻ ഒറ്റയ്ക്കാണ് ഈ അരുംകൊല നടത്തിയത് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ നമുക്ക് കാണുമ്പോഴും കാഴ്ചയിലും വലിയ ആരോഗ്യമൊന്നും തോന്നുന്നില്ലെങ്കിലും എങ്ങനെയാണ് ഒറ്റയ്ക്ക് കൊലപാതകം നടത്തിയത് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പോലും പോലീസ് പറയുന്നത് ഇയാൾ ഒറ്റയ്ക്കാണ് കൊലപാതകം നടത്തിയത്. മറ്റു സഹായങ്ങളൊന്നും ഇയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലപാതകം നിർവഹിച്ചതിന് ശേഷവും സജീവൻ അയൽവാസികളോടൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു ഇടപെട്ടിരുന്നത്. അയൽവാസികൾക്കും അദ്ദേഹം സ്വീകാര്യനായ ഒരാളായിരുന്നു. ഒരു പക്ഷേ പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും 1.5 വർഷത്തിന് ശേഷം ഇപ്പോൾ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടിയിരിക്കുകയാണ്. രമ്യ കൊലപാതകം ഭർത്താവ് തന്നെയാണ് നടത്തിയത് എന്ന് പോലീസിന് വ്യക്തമായിരിക്കുന്നു. സുബി വിശ്വനാഥനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ന്യൂസ് റൂം ലൈവ് തുടരും ഇടവേളയ്ക്ക് ശേഷം. ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പ്രസ്താവന വിവാദമാക്കേണ്ടതില്ലെന്ന് ശശി തരൂർ ആവർത്തിക്കുകയാണ്. താല്പര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയും ജനങ്ങളും ആണ് എന്നും തരൂർ പറഞ്ഞു. നേതാക്കൾ കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. പാർട്ടിക്കുള്ളിൽ ചർച്ചയ്ക്ക് അവസരമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് 26-ലാണ് തെരഞ്ഞെടുപ്പ്. നമുക്ക് മുഖ്യമന്ത്രി നിലവിലുണ്ട്, അദ്ദേഹത്തിന് ഒരു വലിയ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ 26-ന് മുമ്പ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ മുഖ്യമന്ത്രിയാവാൻ തയ്യാറല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ തയ്യാറല്ല. അപ്പോൾ ഏത് ഉത്തരവാദിത്വം പാർട്ടി നൽകിയാലും ആ ഉത്തരവാദിത്തം ഞാൻ പൂർത്തിയാക്കാൻ ശ്രമിക്കും. അതാണ് ഇപ്പൊ അതിനേക്കാൾ കൂടുതൽ പറഞ്ഞില്ല. ആരാണ് സ്വയം ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഞാൻ സംശയങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നതാണ് ചോദിക്കുന്നത്. അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ ഓരോരോ വിഷയത്തെ രീതിയിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല, പേടിക്കണ്ട. അതൊക്കെ തീരുമാനം എടുക്കുന്ന സമയം അതും പാർട്ടിയാണ് തീരുമാനിക്കുക. പാർട്ടിയും ജനങ്ങളുമാണ് ജനാധിപത്യത്തിലെല്ലാം തീരുമാനിക്കുക. പാർട്ടിയുടെയും ജനങ്ങളുടെയും തീരുമാനം പോലെ നടക്കാം. സാധാരണ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഈ പാർട്ടിക്കകത്തുള്ള എന്തെങ്കിലും കാര്യം ഞാൻ പൊതുയോഗത്തിൽ പറയാറില്ല, മീറ്റിംഗുകളിൽ പറയാറില്ല. ഒരു മാസത്തിൽ 3 യോഗം നടന്നു. എന്ത് പറയാനുണ്ടെങ്കിലും അവിടെ ചർച്ച ചെയ്യുക, അതിനകത്ത് ചർച്ച ചെയ്യുക. ചർച്ചയ്ക്ക് സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തിൽ നമ്മുടെ പാർട്ടി അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടിയുള്ളത്. ഇപ്പം BJPയുടെ നഡ്ഡ വീണ്ടും തുടരുന്നു എന്ന് പത്രത്തിലൂടെ നമ്മൾ വായിച്ചറിയാണ്. നഡ്ഡ വീണ്ടും തുടരുന്നു. CPMന്റെ ഇലക്ഷൻ എല്ലാവർക്കും അറിയാം. നമ്മൾ നടത്തി കാണിച്ചു കൊടുത്തവരാണ്. സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി കോൺഗ്രസിന്റെ പ്രസിഡന്റ് കാണിച്ചു കൊടുത്തു. കോൺഗ്രസ് പ്രസിഡന്റ് ആണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം 12 സ്റ്റേറ്റുകളിൽ ഓടിച്ചാടി നടക്കുകയാണ്. എല്ലായിടത്തും അതിഭീകരമായ ശക്തമായ BJP വിരുദ്ധ ആയുധങ്ങളുമായി നടക്കുകയാണ്. അപ്പൊ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, K കരുണാകരന്റെ ഈ വലിയ സ്മരണ ഉയർത്തുന്ന ഈ കെട്ടിടം പടുത്തുയർന്നതോടൊപ്പം കേരളത്തിലെ കോൺഗ്രസുകാരന്റെ മനസ്സിലുള്ള സ്വപ്നത്തിന്റെ ഗോപുരം അത് തച്ചുടക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങളുമായ കോൺഗ്രസുകാർക്കുണ്ട് എന്നുള്ള കാര്യം വിനയപൂർവ്വം ഉറപ്പിക്കുകയാണ്. നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. 4 വർഷം കഴിഞ്ഞ് ഞാൻ ഇന്നതാകുമെന്ന് ഇപ്പോൾ ആരും പറയേണ്ട ആവശ്യമില്ല. കാരണം 4 വർഷം കഴിഞ്ഞ് കേരളത്തിലും ഇന്ത്യയിലും എന്താ സംഭവിക്കുന്നതെന്ന് ഇപ്പോഴിവിടെ പറയേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആര് കോട്ട് തയ്പ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ആ കോട്ടുകളൊക്കെ നൂരി വെച്ച് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, ശശി തരൂർ അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ വിശദീകരണവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. അതായത് താൻ മുഖ്യമന്ത്രിയാകണമെന്നല്ല പറഞ്ഞത്, മറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത്. അതേസമയം തരൂരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മറ്റ് നേതാക്കളുടെ പ്രതികരണങ്ങൾ തുടരുകയാണ്. രമേശ് ചെന്നിത്തല അടക്കം പറയുന്നത് 4 വർഷത്തിന് ശേഷമുള്ള കാര്യമൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ടതേ ഇല്ല എന്നാണ്. എന്താണ് കോൺഗ്രസിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ? അഭിലാഷ്, ഇന്ന് K കരുണാകരൻ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് തിരുവനന്തപുരത്ത് നടന്നത്. KPCC പ്രസിഡന്റ് K സുധാകരൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങി നേതാക്കളുടെ വലിയ നിരയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത്. ഈ പ്രസംഗത്തിലെല്ലാം തന്നെ ശശി തരൂരിന്റെ നേരത്തെ ഉള്ള പ്രസ്താവനയെ വിമർശിക്കുന്ന തരത്തിലായിരുന്നു നേതാക്കളുടെ വാക്കുകളെല്ലാം. ഇതിൽ രമേശ് ചെന്നിത്തലയാണ് ഇങ്ങനെ കൃത്യമായി തരൂരിനെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ വിമർശിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ വാക്കുകൾ ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് ആരും കോട്ട് തയ്പ്പിച്ച് ഇപ്പോൾ ഇരിക്കേണ്ടതില്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശശി തരൂരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എന്തായാലും കോൺഗ്രസിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടരുമ്പോഴാണ് ശശി തരൂർ അദ്ദേഹത്തിന്റെ പര്യടനവും തുടരുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നിരവധി നേതാക്കളുമായി, സാമുദായിക നേതാക്കളുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തുകയും അവർ എല്ലാം ശശി തരൂരിനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം
കൂടിക്കാഴ്ച നടത്തിയത് സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ആയിട്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങളും ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞത് കോൺഗ്രസിനെ കരുത്തുറ്റതാക്കാൻ ഉള്ള പ്രവർത്തനങ്ങളാണ് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കോൺഗ്രസിനോടുള്ള സമസ്തയുടെ സമീപനം വളരെ മികച്ചതാണ്. അതോടൊപ്പം ശശി തരൂർ വിശ്വപൗരനാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഇടവേള. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. സന്നിധാനത്ത് മാത്രം 80,000 ഭക്തർക്ക് തങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ADGP MR അജിത് കുമാർ. സന്നിധാനത്ത് മാത്രം സുരക്ഷാ മേൽനോട്ടത്തിനായി 3 SP-മാരുണ്ട്. പ്രധാന വ്യൂ പോയിന്റുകളിൽ നേരിട്ടെത്തി മേൽനോട്ടം വഹിക്കാൻ റേഞ്ച് DG-മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തുമായി ദ്രുതകർമ്മസേനയ്ക്ക് പുറമെ 3000 പോലീസുകാരെയും വിന്യസിച്ചതായും MR അജിത് കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. മകരവിളക്കിന് ഒരു ദിനം മാത്രം ബാക്കി നിൽക്കിയ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 3000-ലധികം ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നിലയ്ക്കലിലും പമ്പയിലും സന്നിധാനത്തുമായി വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുന്ന കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ന്യൂസ് 18നോട് ഒപ്പം ചേരുന്നു. ഏത് തരത്തിലാണ് നിലവിൽ ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പോലീസിന്റെ ഭാഗത്തുനിന്ന്? ഈ വർഷവും വളരെ വിപുലമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 3000-ഓളം പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് സന്നിധാനം, പമ്പ മുതലായ സ്ഥലങ്ങളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. സന്നിധാനത്ത് മാത്രം 3 SP-മാരാണ് ഡ്യൂട്ടിയിലുള്ളത്. പമ്പയിൽ ഒരാളും നിലയ്ക്കൽ 2 SP-മാരുണ്ട്. അപ്പോൾ ഏതാണ്ട് അത് കൂടാതെ തന്നെ കോട്ടയം SP, പത്തനംതിട്ട, ഇടുക്കി SP 9 SP റാങ്കിലെ ഉദ്യോഗസ്ഥരാണ് ശബരിമലയും അതിന് ചുറ്റുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അത് കൂടാതെ തന്നെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് DIG-യും IG-യും ഇടനിലുണ്ട്. ഇപ്രാവശ്യം 13-ാം തീയതി 14-ാം തീയതി ഫുള്ളി ബുക്ക്ഡ് ആണ്. 12-ാം തീയതി തൊട്ട് തന്നെ ആൾക്കാർ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 75% സന്നിധാനത്തിലെ ആൾക്കാർ ഫുള്ളി ഓക്കുപ്പൈഡ് ആണ്. ഇന്നും ആൾക്കാർ കയറിയിട്ടുണ്ട്. നിലയ്ക്കൽ തന്നെ വാഹനങ്ങളെല്ലാം ഫുള്ളി പാക്ഡ് ആണ്. അവിടെ പാർക്കിംഗ് സ്പേസ് തന്നെ കുറവാണ്. നമ്മൾ അത്തരം വാഹനങ്ങൾ നമ്മൾ എരുമേലിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ അതിൽ കൂടുതൽ വരികയാണെങ്കിൽ ഭക്തജനങ്ങൾ നിലയ്ക്കലോട്ട് ഇറക്കി വിട്ടതിന് ശേഷം തിരിച്ച് എരുമേലിയോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഐഡന്റിഫൈ ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസസിൽ കൊണ്ട് പാർക്ക് ചെയ്യാനാണ് ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് പാർക്കിംഗ് മാനേജ് ചെയ്യുന്നത്. ദർശനത്തിലേക്ക് പുതുതായിട്ട് മുകളിലേക്ക് വരുന്ന ആൾക്കാർ ഇപ്പോൾ കൺട്രോൾഡ് ആണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ഇഷ്യൂ ഇല്ല. വരുന്ന ആൾക്കാർ ഇവിടെ ഓൾറെഡി തങ്ങുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാരെ മറ്റു സ്ഥലങ്ങളിലേക്ക് പറഞ്ഞുവിടാനും അതുപോലെ തന്നെ ഇവിടെ ഹോൾഡിംഗ് കപ്പാസിറ്റി അനുസരിച്ചുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്ത് നിർത്താനുമാണ് പോലീസ് ശ്രമിക്കുന്നത്. എത്രയധികം ആളുകൾ എത്തുമെന്നാണ് നിങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ സന്നിധാനത്ത് മാത്രം? ഈ സന്നിധാനത്ത് ഒരു 40,000 പേർക്കുള്ള പാർക്കിംഗ് ഹോൾഡിംഗ് സ്പേസാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ലൂസ് ഫിറ്റ് ആണ്. ഒരു പക്ഷേ ഫുള്ളായിട്ട് വരികയാണെങ്കിൽ ഏതാണ്ട് ഒരു 70,000 പേർക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് 12,000-ഓളം പേര് നമ്മുടെ കണക്കനുസരിച്ച് ഇവിടെ ഹോൾഡ് ബാക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് വരുന്ന ആൾക്കാർ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടേ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഇന്നും ഫുള്ളി ബുക്ക്ഡ് ആണ്. നിലവിലുള്ള സ്ഥിതി അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള തിരക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.